കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI പൊതുവെ മാന്യന്മാരുടെ ഒരു പാർട്ടിയാണെന്നാണ് കരുതപ്പെടുന്നത്. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും നടപ്പിലും ഉടുപ്പിലുമൊക്കെ ആ മാന്യത തെളിഞ്ഞ് കാണുകയും ചെയ്യാം. പക്ഷേ ഈ ദിവസങ്ങളിൽ അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. സങ്കടം തോന്നുന്നു. അവർക്ക് ഇടതുമുന്നണിയിൽ സത്യം പറഞ്ഞാൽ കാൽ കാശിൻ്റെ വില പോലും കിട്ടുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതേസമയം CPM ആകട്ടെ ഒരൊറ്റ പോക്ക. അവരിത് എന്ത് ഭാവിച്ചാണ് എന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ML സ്മാരകത്തിൽ CPIയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസാണ്. അവിടെ ഇടതുമുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം നടന്നു. ആ യോഗത്തിലാണ് പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറീസ് ആരംഭിക്കാനുള്ള തീരുമാനത്തിന് മുന്നണി പച്ചക്കൊടി കാണിച്ചത്. അത് CPIയുടെയും RJDയുടെയും നിലപാടുകൾക്ക് അവരെടുത്ത സമീപനത്തിന് ഘടക വിരുദ്ധമായിരുന്നു. കഴിഞ്ഞ ദിവസം ആ യോഗത്തിന്റെ തീരുമാനങ്ങളടങ്ങുന്ന ഒരു സർക്കുലർ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് അയച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ വാസ്തവത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്താണ് തോന്നിയത് എന്ന് ഇപ്പോൾ പറയാൻ വയ്യ. ബ്രൂവറീസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറയാനുള്ളതൊക്കെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് നിലപാടുണ്ട്, നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ബിനോയ് സഖാവ് പറഞ്ഞിരുന്നത്. ഈ സർക്കുലർ കണ്ടപ്പോൾ അദ്ദേഹത്തിന് രോമാഞ്ചം തോന്നിയോ അതോ അടിമുടി ഒരു വിറയൽ, ശരീരമാസകലം ഒരു ക്ഷീണം തോന്നിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബ്രൂവറീസിന്റെ കാര്യത്തിൽ ML സ്മാരകത്തിൽ വന്നിരുന്ന് അവരുടെ ചായയും പഴംപൊരിയും കഴിച്ച് CPM അവരുടെ തീരുമാനം CPIയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. CPI അതിനെ നഖശികാന്തം എതിർത്തിരുന്നതാ. പല്ലും നഖവും ഉപയോഗിച്ച് ബ്രൂവറീസ് വരുന്നതിനെ തടയുമെന്ന് അല്ലെങ്കിൽ തടയണമെന്ന് തീരുമാനമെടുത്ത യോഗം നടന്ന അതേ ഹാളിൽ ML സ്മാരകത്തിലെ പുതിയ കോൺഫറൻസ് ഹാള്, അവിടെയാണ് LDF യോഗം ചേർന്നത്. അവിടെ വെച്ച് തന്നെ CPM അവരുടെ തീരുമാനം, CPMന്റെ തീരുമാനം, അതായത് CPIയുടെ നിലപാടിനെ പാടെ മറികടന്നുകൊണ്ട് തള്ളിക്കൊണ്ട് CPIയുടെയും RJDയുടെയും മേല് അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ അയച്ച സർക്കുലറിൽ മറ്റൊരു കാര്യമാണ് സംഭവിച്ചത്. കിബി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കണമെന്നൊരു നിർദ്ദേശം LDFന്റെ മുന്നിലുണ്ട്. അത് CPM മുന്നോട്ട് വെച്ച ആശയമാണ്. കിബി എന്തോ അവർക്കൊരു ബലഹീനത പോലെയാ. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ പണം സമാഹരിക്കണം, പണത്തിന്റെ സ്രോതസ് കണ്ടെത്തണം. അതിനായി ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനം CPMന്റെ ഭാഗത്തു നിന്നാണ് മുന്നോട്ട് വെച്ചത്. പക്ഷെ CPI അതിനെ എതിർത്തു, RJDയും എതിർത്തു. മറ്റേ ഈ ഘടകകക്ഷികളുണ്ടല്ലോ, മറ്റേ 8 കക്ഷികളോ മറ്റോ, അവർ ഈ അടിമക്കണ്ണുകൾ, അവർ CPMനെ അക്കാര്യത്തിലും പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ബ്രൂവറീസിന്റെ കാര്യത്തിൽ എന്ന പോലെ ടോൾ പിരിക്കുന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ ടോൾ പിരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ആ തീരുമാനത്തിലും ഈ ഘടകന്മാര് CPMനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. പക്ഷെ CPIയും RJDയും അതിനെ ചെറുത്തു നിന്നു. പക്ഷെ ഇന്നലെ വന്ന സർക്കുലറിൽ എന്താണ് TP രാമകൃഷ്ണൻ പറയുന്നത്? ടോൾ പിരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിന് ഇടതുമുന്നണി സർക്കാരിന് പച്ചക്കൊടി കാട്ടുകയാണ് ഈ സർക്കുലറിലൂടെ ചെയ്തിരിക്കുന്നത്. ടോൾ പിരിക്കുന്നതിനെ കുറിച്ച് മുന്നണി ആലോചിച്ചതല്ല, അവിടെ ഒരു തീരുമാനം ഉണ്ടായതല്ല. എന്നിട്ടും തീരുമാനമായി എന്ന മട്ടില് ഒരു സർക്കുലർ അയക്കുകയാണ് കൺവീനർ ചെയ്തത്. സമ്മേളനത്തില് കൺവീനർ അവതരിപ്പിച്ച റിപ്പോർട്ടില് ഇത്തരത്തിലുള്ള ടോൾ പിരിവ് വേണമെന്നൊരു ആശയമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. ഈ ബ്രൂവറീസിന്റെ തീരുമാനമെടുത്ത കാര്യം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കൂട്ടത്തില് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ടോളിന്റെ കാര്യം, രാമകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം നിലവിലുണ്ട്, പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ ചില മാന്ത്രിക ദണ്ഡ് ചുഴറ്റുന്നത് പോലെ നമ്മുടെ TP രാമകൃഷ്ണൻ ഒരു സർക്കുലർ എഴുതി തയ്യാറാക്കി അയച്ചപ്പോഴേക്കും ടോൾ പിരിവിനുള്ള അനുമതിയായിട്ട് അല്ലെങ്കിൽ പച്ചക്കൊടിയായിട്ട് അതങ്ങ് രൂപാന്തരപ്പെട്ടു. സർക്കുലറിൽ ഇങ്ങനെയാണ് പറയുന്നത്: നമുക്ക് കിബി മുന്നോട്ട് കൊണ്ടുപോകണം, വൻ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത തരത്തിൽ അതിനെ നിലനിർത്താനുള്ള വരുമാന സ്രോതസ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കിബി യാതൊരു തരത്തിലും തകരാനോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാതാകാനോ പാടില്ല. അതായത് പുതിയ വരുമാന സ്രോതസ് അത് ടോളാണ്. അതാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്. LDF ഘടകകക്ഷികൾക്കിടയിൽ പ്രാഥമിക ചർച്ചകൾ നടന്നത് അതിനെക്കുറിച്ചാണ്. അത് വരാൻ പോവുകയാണ്. പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ML സ്മാരകത്തിൽ നടന്ന അവസാന യോഗത്തില്
ഇതേപ്പറ്റി ഘടകകക്ഷികൾ തമ്മിൽ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടായ ധാരണ നമുക്ക് കുറെ കൂടെ വിശദമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇത് ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. ടോളിനെതിരായിട്ട് വലിയ സമരങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. അതുപോലെ ഈ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ CPI അടക്കമുള്ളവര് അവരിപ്പോ കിബി റോഡുകളിൽ ടോൾ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നിരിക്കെ കാര്യമായ ചർച്ച വേണം എന്ന നിലപാടാണ് യോഗത്തിലുണ്ടായത്. പക്ഷെ ഒരു ചർച്ചയും നടന്നില്ല. ബ്രൂവറീസിന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിനും ഡോക്ടർ വർഗീസ് ജോർജ് RJD നേതാവ് അവർക്കൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടി. മറ്റു ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അവസാനം മുഖ്യമന്ത്രി ഒരു തീരുമാനം പറഞ്ഞ് അതങ്ങ് അടിച്ചേൽപ്പിച്ചു. പക്ഷെ ടോളിന്റെ കാര്യത്തിലോ ഒരു ചർച്ച പോലും ഉണ്ടായില്ല. എത്ര അത്ഭുതകരമായ LDF പ്രവർത്തനമാണ് ഇതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു സർക്കുലറിലൂടെ ആ തീരുമാനം അങ്ങ് നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു, ചർച്ചയ്ക്കുള്ള അവസരം ഇല്ലാതാക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ടോൾ ആരംഭിക്കാൻ അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനമാണ് ഈ സർക്കുലറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ബ്രൂവറീസിനെ പറ്റി പറഞ്ഞപ്പോ ഏതാണ്ട് പരിഹാസത്തോടെയാണ് നമ്മുടെ ബിനോയ് വിശ്വം, അതൊന്നും അദ്ദേഹത്തിന് അത്ര ശീലമുള്ള കാര്യമല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഞങ്ങൾ അകത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ അകത്ത് എന്ത് പറഞ്ഞിട്ട് എന്താ നടന്നത്? പറഞ്ഞിട്ട് പോലും ബ്രൂവറീസ് വരിക, ചർച്ച ചെയ്യാത്ത കാര്യങ്ങളിൽ തീരുമാനം വരിക. അതായത് ടോളിന്റെ കാര്യത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്താ, നിങ്ങളുടെ നിലപാടെന്താ? ആരാണ് ഇത് അംഗീകരിക്കുന്നത്? CPIയുടെ പ്രവർത്തകര് ഇതൊക്കെ കണ്ട് ഇരുട്ടിൽ നിൽക്കുകയാണ്. അവർക്ക് എന്താണ് ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ടും വീമ്പടിക്കുന്നതിന് യാതൊരു കുറവുമില്ല. ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയവും നിലപാടും കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത് CPM പറയുന്ന കാര്യങ്ങൾ, ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി സമ്മതിക്കുക, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് മാത്രമാണ്. CPMന് ഇടതുമുന്നണിയിലെ ഒരു അപ്രമാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മറ്റ് 8 ഘടകകക്ഷികൾ ചെറുകക്ഷികളാണെങ്കിൽ പോലും അവരെ CPMന്റെ അടിമകളായി നിൽക്കുകയാ. CPM പറയുന്നത് കേൾക്കാൻ സർവാത്മന തയ്യാറായി നിൽക്കുകയാ. ഇപ്പുറത്ത് CPIയും RJDയും മാത്രമാണ്. അപ്പോൾ CPMന് അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റും. ശക്തി ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ മുന്നണിയിലെ ഭൂരിപക്ഷം പ്രയോഗിച്ച് അതൊക്കെ നടപ്പാക്കാൻ പറ്റും. പക്ഷേ ആലോചനയോ ചർച്ചയോ പോലും ഇല്ലാതെ വളരെ പ്രധാനപ്പെട്ട നയപരമായ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ 2 ഘടകകക്ഷികൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന സാഹചര്യത്തിൽ അതാണിപ്പോ ഇവിടെ CPM നടപ്പാക്കിയിരിക്കുന്നത്. ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പദം ബിനോയ് വിശ്വത്തിന് ഏകകണ്ഠമായി കിട്ടിയൊന്നുമല്ല. അതിൽ അത്യാവശ്യ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ സർവ്വതാ യോഗ്യനാണ്, പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ യോഗ്യനാണ് അദ്ദേഹം. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പല കള്ളത്തരങ്ങളും ഉള്ളുകള്ളികളും ഇപ്പോഴും ഒരു ശുദ്ധനായ സൗമ്യനായ ബിനോയ് വിശ്വത്തിന് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. തീരുമാനങ്ങൾക്ക് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ CPMന് വഴങ്ങിക്കൊടുത്തിട്ട് പുറത്തു വന്ന മാധ്യമ പ്രവർത്തകരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പൊ പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു നീക്കണമേ എന്ന് പറയുന്നുണ്ടാവും. CPI പോലൊരു പാർട്ടി ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലാവുന്നത് സങ്കടകരമായ കാര്യങ്ങളാണ്. വളരെ ഉന്നത ശീർഷരായ നേതാക്കള് നേതൃത്വം കൊടുത്ത പാർട്ടിയായത്. അച്യുതമേനോൻ, TB തോമസ്, MN ഗോവിന്ദൻ നായർ, NE ബലറാം, അങ്ങനെ എത്ര പ്രതിഭാധനന്മാരായ നേതാക്കൾ. ഇപ്പോൾ ആ പാർട്ടി എത്തി നിൽക്കുന്ന സാഹചര്യം ഈ നേതാക്കളുടെ സ്മരണയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ളതാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ CPIയുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, 2 വഴികൾ മാത്രം. ഒന്നുകിൽ പോരാടുക, സർവശക്തിയും ഉപയോഗിച്ച് പോരാടുക. നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. എലപ്പുള്ളിയിലെ ബ്രൂവറീസ് കൊണ്ടുവരണമെന്ന് കേരളത്തിലെ ഒരു ചെറിയ ശതമാനം ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നില്ല. അതുവഴി കേരളം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരും കരുതുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമാണ് വേണ്ടത്, കൃഷിക്കുള്ള വെള്ളമാണ് വേണ്ടത്, അല്ലാതെ സ്പിരിറ്റ് അല്ല, മദ്യമല്ല. അതുപോലെയാണ് ടോള്. കിബി റോഡുകളിൽ ടോള് പിരിക്കാൻ തുടങ്ങിയാൽ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു നിലപാടെടുത്തു നിന്നാൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. പക്ഷേ വെറുതെ ബ്ലാ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ശക്തമായിട്ട് തന്നെ പോരാടണം. അതിന്റെ റിസൾട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് അനുകൂലമായിട്ട് റിസൾട്ട് ഉണ്ടാവണം. ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും ഒരു ഘട്ടം വരെ കാനം രാജേന്ദ്രന്റെയും അനുഭവം, അവരെടുത്തിട്ടുള്ള നിലപാടുകൾ, മന്ത്രിസഭായോഗം പോലും ബഹിഷ്കരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു നിലപാട്, തീരുമാനം കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ ഫലമുണ്ടാക്കാൻ, റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ പോരാടുക. അല്ലെങ്കിൽ നിർദാക്ഷിണ്യം
കീഴടങ്ങുക, പഞ്ചപുച്ഛമടക്കി നിൽക്കുക, CPM പറയുന്നിടത്തൊക്കെ ഒപ്പുവയ്ക്കുക, നിശബ്ദത പാലിക്കുക. ഈ 2 വഴികൾ, ഓപ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ CPIയുടെ മുമ്പിലുള്ളത്. നവകേരള വികസന കാഴ്ചപ്പാടിന്റെ തുടർ പ്രഖ്യാപനങ്ങൾ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് CPM ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മാപ്രകളൊക്കെ പറയുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയുടെ നടത്തിപ്പിൽ നവശൈലികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അവർക്കിപ്പോൾ കമ്മിറ്റി വേണ്ട, LDF വേണ്ട കേട്ടോ. ഇപ്പൊ LDF നടത്തിക്കൊണ്ടുപോകുന്നതിന് കൺവീനർ TP രാമകൃഷ്ണനും ഒരു സ്റ്റെനോഗ്രാഫറും മതി. പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ തീരുമാനങ്ങളാക്കി മാറ്റിയിട്ട് ഒരു സർക്കുലർ തയ്യാറാക്കി അതിൻ്റെ അടിയിൽ ഒരു ഇഷ്കൂ വരച്ച് ഘടകകക്ഷികൾക്ക് അയച്ചാൽ മതി. അതാണിപ്പോൾ വാസ്തവത്തിൽ LDFൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 1.25 കൊല്ലമാണ് ബാക്കിയുള്ളത്. അപ്പോഴേക്കും CPM കടുംവിട്ട് ആരംഭിച്ചിരിക്കുക. മറ്റ് ഘടകകക്ഷികളുടെ എതിർപ്പുകളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ വകവെക്കാതെ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം ജനങ്ങളെ വെറുപ്പിക്കാം എന്ന വ്രതമാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത് എന്ന് തോന്നും അവരുടെ ഓരോ പ്രവൃത്തികൾ കണ്ടാൽ. ഈ നവകേരള പ്രവർത്തന ശൈലി CPMൽ മാത്രമല്ല, CPM പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, SFI പോലെയുള്ള പോഷക സംഘടനകളിലും ഒരു സാംക്രമിക രോഗം പോലെ പടർന്നിരിക്കുകയാണ്. SFIയെ കൊണ്ട് CPMന് പോലും നിൽക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ പുതിയ ഭാരവാഹികൾ, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വന്നു. നമ്മളൊക്കെ വിചാരിച്ചത് പുതിയ നേതൃത്വം വരുമ്പോൾ സംഘടനയുടെ പ്രവർത്തന രീതികളിലും ശൈലികളിലും മാറ്റം ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതിന്റെ സാധ്യതകളല്ല ഇപ്പോൾ കാണുന്നത്. 2016 ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ TP ശ്രീനിവാസിനെ തല്ലിയത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോ അതിനെ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ച് സംസാരിച്ചു. കേട്ടാരറിക്കുന്ന തെറി പറഞ്ഞതിനാണ് ശ്രീനിവാസിനെ തല്ലിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. തന്തയ്ക്ക് പറഞ്ഞു എന്നായിരുന്നു വിശദീകരണം. അതേ തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ആർഷയെ തള്ളി പറഞ്ഞു. ആരെയും തല്ലുന്നത് CPMന്റെയോ SFIയുടെയോ ശൈലിയല്ല. TP ശ്രീനിവാസനെ തല്ലിയാവ് അംഗീകരിക്കാനാവില്ല എന്ന് ഇരുവരും പറഞ്ഞതാ. അപ്പൊ നമ്മൾ വിചാരിച്ചു പാർട്ടി സെക്രട്ടറി പറഞ്ഞതല്ലേ, മന്ത്രി പറഞ്ഞതല്ലേ, അതായിരിക്കും അവസാന വാക്ക് എന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് VP സാനു ആർഷോയെ പിന്തുണച്ചുകൊണ്ട്, അതായത് TP ശ്രീനിവാസനെ തല്ലിയതിനെ ന്യായീകരിച്ച ആർഷോയുടെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാ. അദ്ദേഹം പറഞ്ഞത് SFI പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടില്ലേ എന്ന് TP ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോഴാണ് അന്നത്തെ ഒരു ജില്ലാ നേതാവ് അദ്ദേഹത്തെ തല്ലിയതെന്ന. TP ശ്രീനിവാസൻ ഒറ്റയ്ക്ക് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ആഗോള വിദ്യാഭ്യാസ സംഗമം നടക്കുന്ന വേദിയിലേക്ക് അതിൽ പങ്കെടുക്കാൻ ചെന്നത് അദ്ദേഹം. അവിടേക്ക് നടന്നു പോകാം ഒറ്റയ്ക്ക്. പോലീസുകാരാണ് പറഞ്ഞ് ഇതുവഴി പോകാം, കുഴപ്പമില്ല, നേരത്തെ വന്ന ആളുകൾ ഇതുവഴിയാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയാ. അപ്പൊ അവിടെ വെച്ച് SFI പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടില്ലേ എന്ന് അദ്ദേഹം ആരോട് പറഞ്ഞെന്ന് എന്താണ് ഈ സാനു പറയുന്നത്? സാനു സഖാവ്, നമ്മൾ വിചാരിച്ചിരുന്നത് ആർഷോയെ വെല്ലുന്ന ഒരു നേതാവ് SFIയിൽ ഇല്ലെന്ന. പക്ഷേ സാനു സഖാവ് അത് തിരുത്തിയിരിക്കുന്നു. അമ്പടാ കേമ സാനുക്കുട്ട. പക്ഷെ ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകട്ടോ, SFI ശരിയാവാൻ പോകുന്നില്ല, നന്നാകാൻ പോകുന്നില്ല. ഇടതുമുന്നണിയിൽ ഇനിയും തീരുമാനമാകാത്ത ചില വിഷയങ്ങളുണ്ട്. മദ്യനയം, അതിൽ കുറെ കൂടെ വ്യക്തത വേണം എന്ന് CPIയും മറ്റും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് വിശദമായ ചർച്ചയ്ക്ക് വെച്ചിരിക്കുക. എന്തിനാ വിശദമായ ചർച്ച? എന്ത് വ്യക്തതയാണ് കൈവരാനുള്ളത്? അത് CPM ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അതൊരു സർക്കുലർ വഴി CPI അടക്കമുള്ള ഘടകന്മാരെ അറിയിക്കുകയും ചെയ്യും. അല്ലാതെ അതിന്റെ പേരിൽ ഇനിയും ആലോചിച്ചും ചിന്തിച്ചും മനസ്സ് പുണ്ണാക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അവർ ചെയ്തോളും. കൺവീനർ TP രാമകൃഷ്ണൻ സ്റ്റെനോഗ്രാഫറും ചേർന്ന് ഒരു സർക്കുലർ തയ്യാറാക്കി അയച്ചു തരും. അപ്പൊ കാര്യങ്ങൾ കണ്ടാൽ മതി, അത് മതി, പിള്ളേർക്ക് അത് മതി.